രണ്ട് RCB-ക്കാരാണ് അപ്പുറത്തും ഇപ്പുറത്തും. അവിടെ പിന്നെ ഒരു ദിൽസയുണ്ട്. ദിൽസ എടാ അവിടെ ഉണ്ട്. ഇന്നലെ തോറ്റില്ലേ? അല്ല അത് ഞങ്ങളായിരുന്നു. ഫസ്റ്റ് കളി കഴിച്ചില്ലേ? ഈ പരിപാടി അതാണ്. ഇത് ദിൽസേ വാല ഉണ്ട് ഇവിടെ, 2 RCB വാലുണ്ട്. ഇന്ന് കണ്ടോ കാണാ. ഇപ്പൊ എത്രയായി? 32. ഓക്കെ, നമുക്കൊരു 10 ഓവർ ആയിട്ട് വീണ്ടും വരാം. ആയിക്കോട്ടെ. ആരാ പോയി? അസാൻ പോയോ? ചേട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ 2 കളിയിൽ വേഗം ചേട്ടണ്ടല്ലോ, ചേട്ടൻ വരും. ഇത് തുടങ്ങിയിട്ടുള്ളൂ. 10 ഓവറായി. 1 വിക്കറ്റ് കൂടി പോയിട്ടുണ്ട്. ഉപ്പ് പോയിട്ടുണ്ട്. അതെ, അതിനിടയിൽ എന്താണ് പറയണ്ടോ? തോൽക്കും, കരയും ഉണ്ടാവില്ല, എന്നാലും കരയാനൊന്നില്ല. 250 റണ്ണല്ലേ? ഇതൊക്കെ പുഷ്പം പോലെ എടുക്കും. ശുഭപ്രതീക്ഷ 100% വിജയം. ഈ സീസൺ ഈ സീസണിന്റെ ഹയസ്റ്റ് സ്കോർ നമ്മൾ എടുത്തിട്ട് നമ്മൾ RCB അത് ഞങ്ങള് ചേസ് ചെയ്തെടുത്താല് ഞങ്ങളായില്ലേ? എടുക്കും. നോക്കാം. എത്രയായി മോനെ? എത്ര വിക്കറ്റായി കുഞ്ഞ്? എത്ര റൺസായി? എടാ എന്തൊക്കെ ഡയലോഗ് ഇനി? ചേട്ടാ ചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടാ? അത് റൺസ് കൊണ്ടൊന്ന് കാണിച്ച എത്ര? 1 to 4 6 അല്ലേ? വേറൊരു കാര്യം ആയിക്കോട്ടെ. 6 വിക്കറ്റ് കഴിഞ്ഞ് ആയിക്കോട്ടെ. അത് മാത്രല്ല, നേരത്തെ നമ്മളൊരു ചേട്ട 6 അടിച്ചൊരു കാര്യം കാണിച്ചു നീനി. അത് കഴിഞ്ഞൊക്കെ തന്നെ ചേട്ട ഔട്ടായി. അത് കഴിഞ്ഞപ്പോ തന്നെ ചേട്ട ഔട്ടായി. ഇനി ഈ ചേട്ടൻ എന്താ പറയാനല്ലേ? ജയിക്കോ തോൽക്കോ? എത്ര റൺസ് നിങ്ങൾ എടുക്കും? അതെങ്കിലും പറയും. അതന്നെ. ശരി, അപ്പൊ എന്നിട്ട് കളി കഴിഞ്ഞിട്ട് കാണാലോ? ഇനി കാണണ്ടോ? കാണൂലേ? കാണൂലേ കളി കഴിഞ്ഞിട്ടോ? ആയിക്കോട്ടെ, കാണാൻ പറ്റും. ചേട്ടാ ജയിക്കോ ചേട്ടാ? ഇങ്ങനെയല്ലേ എന്നല്ല കുറച്ച് മുമ്പ് പറഞ്ഞത്. എപ്പോഴും ഒരേപോലെ കളിയുടെ ഗതി വിചാരിച്ച പോലല്ല. അതെ. സ്റ്റേഡിയത്തില് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ്. ഇതല്ലേ ഞാൻ കളി തുടങ്ങുമ്പോഴേ പറഞ്ഞത്, നിങ്ങള് തോൽക്കുന്നു. സ്ട്രാറ്റജി മാറ്റാൻ അഞ്ഞിപ്പോ തല എന്നാ വരിക? അടിച്ച് കഴിഞ്ഞില്ലേ? ഇങ്ങോട്ട് നോക്കി പറയ്. എത്രാമത്തെ കളിയാ മോനെ തോക്കിന്? എത്ര കളി കളിച്ചിക്കണ് മോനെ? 3 കളി ആയിട്ടുള്ളൂ. തലല്ലോ അല്ലേ? എത്ര കളി ബാക്കിയുണ്ട്?
വൈകുന്നേരം കളിക്കുന്ന എന്തായാലും ഇല്ലേ ആ. അതിന് 11 കളി വെച്ചാ പോരെ. ആ മതി മതി മതി. തലല്ല ഞിറ്റ ആ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി എന്തേലും പറയണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞതിന് ഇന്ന് എന്തേലും പറയണ്ടോ? കളി തുടങ്ങുമ്പോ ഞാൻ പറഞ്ഞതിന്. പറയാനെന്തല്ലേ അത്തടിച്ചു. അപ്പൊ ഗൈസ് അങ്ങനെ RCB വീണ്ടും ജയിച്ചിരിക്കുകയാണ്. അപ്പോ അടുത്ത കളിയിൽ ഒരു ജയിക്കുന്നാണ് പറയണത്. കാണാം.